ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെത്യാസ് മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്തിൻ്റെ റെസിപ്പി ആയിട്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റായ ബീട്രൂട്ട് പച്ചടിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുന്ന ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ബീട്രൂട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ബീട്രൂട്ടായിരുന്നു, അതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് കുക്കാവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഒരുപാട് വെള്ളമായാലും നമുക്ക് ബുദ്ധിമുട്ടാകുക, വെള്ളം മൊത്തം വറ്റിച്ചെടുക്കണം. അപ്പോൾ വെള്ളം കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇടയ്ക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ അപ്പോഴും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഈ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ബീട്രൂട്ട് അവിടെ കുക്കാവുന്ന ടൈമിൽ നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/4 പിടി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചിരകിയത് കൂടിപ്പോയാൽ പച്ചടിയുടെ കളർ കുറയും. അപ്പോൾ അത് ബീട്രൂട്ടിൻ്റെ അളവനുസരിച്ചിട്ട് വേണം തേങ്ങ എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടി, ജീരകം പൊടിച്ചതില്ലെങ്കിൽ മുഴുവനുള്ള ജീരകമായാലും കുഴപ്പമില്ല. പിന്നെ 2 പച്ചമുളക്, അപ്പോൾ തീരെ ചെറിയ പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 ചേർത്തത്. അപ്പോൾ അത് എരിവ് നോക്കിയിട്ട് എടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി ഇതെല്ലാം കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം ആവണ്ട. ഞാനിപ്പോൾ ഇവിടെ ഇതൊന്ന് അരഞ്ഞ് വരാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ആയിട്ടില്ല, കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ബീട്രൂട്ട് കുക്കായോ എന്ന് നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത വെള്ളമൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. ബീട്രൂട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതൊന്ന് ചൂടായി വരണം. നമ്മളുടെ ഈ അരപ്പൊക്കെ ബീട്രൂട്ടുമായിട്ട് നല്ല പോലെ യോജിച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ബീട്രൂട്ടിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് തൈര് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ അരപ്പൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മളുടെ അരപ്പൊക്കെ നന്നായിട്ട് ചൂടായി, വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട്, ഒന്ന് ചൂട് മാറാനായിട്ട് വെക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. കാരണം ചൂടോട് കൂടി തന്നെ തൈര് ചേർത്താൽ ചിലപ്പോൾ തൈര് പിരിഞ്ഞു പോകുന്ന ഒരു പരുവാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒന്ന് തണുത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് തൈര് ചേർക്കാം. ഞാനിവിടെ തൈര് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുത്തില്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇനി ഈ തൈരും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിനി ഇതിൽ ഫ്ലെയിം കത്തിക്കുന്നില്ല, കാരണം ഇത് ആവശ്യത്തിന് ചൂടുണ്ട്. നമ്മളുടെ ബീട്രൂട്ട് ആയാലും നമ്മൾ വെച്ചേക്കുന്ന പാൻ ആയാലും. അപ്പോൾ ആ ഒരു ചൂട് മതി, കാരണം ഇത് കൂടുതലായിട്ട് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിനി ഫ്ലെയിം ഒന്നും കത്തിക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് കൂടി താളിച്ച് ചേർക്കാം. അപ്പോഴേക്കും നമ്മളുടെ ബീട്രൂട്ട് പച്ചടി റെഡിയാകും. ഇപ്പോൾ തൈരൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി വെളിച്ചെണ്ണയിലിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്.
പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതുകൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.